ഹലോ, നല്ലൊരു നാടൻ മുട്ടക്കറി ഉണ്ടാക്കിയാലോ? 4 നാടൻ മുട്ടയെടുത്ത് പുഴുങ്ങാൻ വയ്ക്കണം. മുട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഒരൽപ്പം ഗരം മസാല, 2 സ്പൂണോളം തേങ്ങ, പിന്നെ ഒരു മീഡിയം ടു ബിഗ് സൈസ് സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും. സവാള നന്നായി അരിഞ്ഞെടുക്കണം. പരമാവധി കനം കുറച്ചരിയാണെങ്കിൽ അത്രയും നല്ലത്. കണ്ടോ, ഇതുപോലെ സവാള നന്നായി അരിഞ്ഞെടുക്കുക. അരിയിലാണ് നമ്മുടെ മെയിൻ പരിപാടി. പച്ചമുളകും തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുക്കണം. തക്കാളിക്ക് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനത് ഇങ്ങനെയാണ് അരിയുന്നത്. അപ്പോൾ നമ്മുടെ അരിയൽ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചത് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ വന്നിട്ടതിനൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ സവാള വഴറ്റിയെടുക്കുന്നത്. ഇളക്കലുമാണ് മറ്റൊരു പരിപാടി. അരിയൽ കഴിഞ്ഞാൽ പിന്നെ ഇളക്കലാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തക്കാളി, ഈ സവാള അത്യാവശ്യം ഒന്ന് വഴറ്റി കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. തക്കാളി വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി സവാളേൻ്റെ കൂട്ടത്തിലിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് നേരത്തെ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് ഇനി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഈ മസാല ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു ഗ്രേവി പരുവത്തിലേക്ക് തയ്യാറാക്കിയെടുക്കണം. ഇത് നല്ലതുപോലെ തിളപ്പിക്കണം. തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കടക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒപ്പം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒരു 3-4 കറിവേപ്പില എടുത്ത് ഇട്ടാൽ മതി. നമ്മുടെ മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിള വന്നു തുടങ്ങി. എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മളിനി മുട്ടക്കുട്ടപ്പന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോ മുട്ടയും 2 കഷ്ണങ്ങളാക്കി മുറിച്ച് 8 കഷ്ണങ്ങൾ നമ്മൾ ഈ മുട്ടക്കറിയിലേക്ക് എടുത്ത് വയ്ക്കണം. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നാടൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചല്ലോ. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.